ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കാൽക്കുലേഷൻസ് ഇതിൽ കാണിക്കും. അപ്പോൾ ഇതിലൊക്കെ ഓരോന്നിലും നമ്പറും ഉണ്ട്. അപ്പോൾ ഈ പോളിഷിംഗ് പാഡ്സ് അതിൽ ഫിറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആദ്യം ജനറേഷൻ ചെയ്തു, അപ്പോൾ അപ്രോക്സിമേറ്റ് പവർ കിട്ടി. ഇതിനെ ഏകദേശം ഒരച്ചൊരച്ചൊരച്ച് അതെ ഈ പരുവത്തിൽ എത്തിയിട്ടാണ് നമ്മളെ സ്പെക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇന്നൊരു പുതിയ ലെൻസ് വിപണിയിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ബോച്ചെ RX ലെൻസ്. മങ്ങാത്ത കാഴ്ചകൾ കാണാൻ ബോച്ചെ കണ്ണട ലെൻസുകൾ ആണ്. അതിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാം. ജീവിതം തന്നെ നോക്കി കാണാൻ. ഇത് ഫുള്ള് നമ്മുടെ ലെൻസ് ആണ്. അതെ, ലെൻസ് ഉണ്ടാക്കേണ്ട റോ മെറ്റീരിയൽ ആണ് ഇത് ഫുള്ള് കാണുന്നല്ലേ. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് എന്ന് പറയുന്നത്. അതായത് ലെൻസ് മാനുഫാക്ചർ ചെയ്യുന്നതിനേക്കാളും മുൻപുള്ള ഒരു സെമി ഫിനിഷ്ഡ് സ്റ്റേജ് ആണ് ഇതെന്ന് പറയുന്നത്. ഇത് ഏറ്റവും നമ്മളുടെ ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുന്തിയ ഇനം കമ്പനിയുടെ നമ്മൾ ബ്ലാങ്ക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ പ്രത്യേക ഒരുപാട് പേര് ഞങ്ങൾക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി വേണമെന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ക്രെഡിറ്റ് ഫെസിലിറ്റി നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ടൂൾസ് ആണ്. അതായത് നമ്മൾ കസ്റ്റമേഴ്സ് പറയുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, ഈ പവറിനനുസരിച്ച് ഈ ടൂളുകൾ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് വേണം അതിന്റെ പോളിഷിങ് കാര്യങ്ങളും ചെയ്യാൻ. ഇതെന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ലെൻസുകൾ ചെയ്യാം. നമുക്ക് ഇപ്പോൾ ബഡ്ജറ്റ് ലെവലിലൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ലെൻസുകൾ ചെയ്യാം. പിന്നെ ഡിജിറ്റൽ ലെൻസുകളും നമ്മൾ വളരെ കോസ്റ്റ് കുറവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കാൽക്കുലേഷൻസ് ഇതിൽ കാണിക്കും. അപ്പോൾ ഇതിലൊക്കെ ഓരോന്നിലും നമ്പറും ഉണ്ട്. അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് വേണം നമുക്ക് ഈ പ്രൊസീജിയർ ഫിറ്റ് ചെയ്യാൻ. അതെ. പിന്നെ പലർക്കും ടെൻഷൻ ഉണ്ട്, ബോച്ചെ വന്നാൽ ഇനി ആയിരക്കണക്കിന് റീറ്റെയിൽ ഷോപ്സ് തുടങ്ങുമോ, ഒപ്റ്റിക്കൽ ഷോപ്പ് തുടങ്ങുമോ? ഒരിക്കലും ഇല്ല. അതൊന്നും കൊണ്ടു നടക്കാൻ എളുപ്പമല്ല എന്നറിയാം. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഉദ്ദേശമില്ല. മാനുഫാക്ചറിങ് ആണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട്, കണ്ണാടിയുടെ വിഷൻ പോലെ തന്നെ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമ്മുടെ എല്ലാവരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. എല്ലാവരുടെയും സഹകരണത്തിന് പ്രത്യേകം നന്ദി. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റെസിൽ ലെൻസസിന് അങ്ങനെ ആവശ്യം വരുന്നില്ല. അപ്പോൾ രണ്ട് കൈൻഡ് ഓഫ് പോളിഷിംഗ് പാഡ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പോളിഷിംഗ് പാഡ്സ് അതിൽ ഫിറ്റ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആദ്യം ജനറേഷൻ ചെയ്തു, അപ്പോൾ അപ്രോക്സിമേറ്റ് പവർ കിട്ടി. പിന്നെ ഈ പോളിഷിംഗ് കഴിയുമ്പോൾ കുറച്ചും കൂടെ അക്യുറസി കിട്ടി. അത് കഴിഞ്ഞ് ഓരോ സ്റ്റേജും കഴിഞ്ഞു വരുമ്പോൾ ഇതിന്റെ അക്യുറേറ്റ് പവറായിട്ട് നമ്മുടെ കയ്യിലേക്ക് ലെൻസ് കിട്ടുന്നതാണ് ഇവിടെ സെക്ഷനിലുള്ളത്. പലരുടെ ആവശ്യപ്രകാരം നമ്മൾ ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റിലൂടെ നമ്മൾ ഒരുപാട് പേർക്ക് സമ്മാനം കൊടുക്കുകയുണ്ടായി. 26 കോടി രൂപ 13 ലക്ഷം പേർക്കായിട്ട് നൽകി കഴിഞ്ഞു. അപ്പോൾ ഈ കടകളിലൂടെയും ഈ 4000-ഓളം ഒപ്റ്റിക്കൽ ഷോപ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാനുഫാക്ചേഴ്സ് ആണെങ്കിൽ പോലും ആ കടകളെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളെ ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ്സ് അവരുടെ കടകളിലൂടെ ലഭ്യമാക്കും. അങ്ങനെ അവരുടെ സെയിൽസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള പവേഴ്സ്, നമുക്ക് പവേഴ്സ് എന്ന് പറയുന്നത് എല്ലാം അക്യുറസി ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ഇപ്പൊ ഡയമണ്ട് കട്ടിംഗ് ആണ് ഇതിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് ഫൈനസ്റ്റ് പവറിന് വേണ്ടിയിട്ട് നമ്മൾ ഡയമണ്ട് കട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡയമണ്ട് കട്ടിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതിന്റെ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ടാണ് അത്രയും പ്രിസിഷനിലാണ് അത് അടിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളുടെ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിജിറ്റലൈസ്ഡ് മെഷീൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വേൾഡ് വൈഡിൽ ഫേമസ് ആയിട്ടുള്ള ഫ്രീ ഫോം ടെക്നോളജി എന്നാണ് ഇതിന് മൊത്തത്തിൽ പറയാം. പിന്നെ ഓരോ ലെൻസിനും ഓരോ ഡിസൈൻ ഉണ്ട്. ആ ഡിസൈനും ഇതിൽ തന്നെ ചെയ്യും. പവർ ജനറേഷന്റെ ഒപ്പം തന്നെ ഓരോ ഡിസൈൻസും നമ്മൾ ഇതിനൊപ്പം തന്നെ ചെയ്യും. അതുപോലെ ഇവിടെ വെൽ എക്യുപ്ഡ് ആണ്. ഒക്കെ ജർമ്മൻ അമേരിക്കൻ ടെക്നോളജി ഇമ്പോർട്ട് മെഷീൻ വെച്ചിട്ട് വളരെ കോസ്റ്റ്ലി ആയിട്ട് തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള രീതിയിലുള്ള നമ്പർ 1 ലെവലിലാണ് ബോച്ചെ ഇത് ബോച്ചെ ലെൻസ് ഇവിടെ മാനുഫാക്ചറിങ് തുടങ്ങിയിട്ടുള്ളത്. ഈ മെഷീൻ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് കോട്ടിങ്സ് ഇതിൽ ചെയ്തിട്ട് ഈ ലെൻസസിനെ സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആക്കും. കോട്ടിംഗ് സെക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ? അതെ, ഇത് കൈൻഡ് ഓഫ് ഡിപ്പ് കോട്ടിംഗ് ആണ്. ഇത് ഓട്ടോമേറ്റഡ് ആണ്. നമ്മൾ ഒരു സൈഡിൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇതിന്റെ എൻഡിൽ നമുക്ക് അതിന്റെ ഫൈനൽ പ്രോഡക്റ്റ്, ഈ കോട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ചിലർക്ക് ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്, കാരണം സ്ക്രാച്ച് പ്രൂഫ് ആണോ ലെൻസസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കറന്റ് നമ്മളുടെ മാർക്കറ്റിൽ സ്ക്രാച്ച് പ്രൂഫ് എന്ന് ഉള്ള ഒരു കാറ്റഗറി ഇല്ല. സ്ക്രാച്ച് റെസിസ്റ്റന്റ്, അതായത് കമ്പാരിറ്റീവ്ലി സ്ക്രാച്ച് കുറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചെറിയ സ്ക്രാച്ച് ഒക്കെ ആണെങ്കിൽ അത് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് വരുന്നത്. ബോച്ചെ RX ലെൻസിന്റെ പ്രധാനപ്പെട്ട ഒരു കഷ്ടമാണ് ലേസർ അല്ലേ? ഇവിടെ എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? ഇതിൽ ശരിക്കും ചെയ്യുന്നത് എന്ന് പറയുന്നത് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്ന് പറയും.
അപ്പോൾ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലെൻസിനെ നമ്മൾ ആദ്യം ഇപ്പോൾ കോട്ടിംഗ് ചെയ്തെടുത്തു, സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആക്കി. ഇനി അഡീഷണൽ പ്രോപ്പർട്ടീസ് നമുക്ക് കയറണം. അതായത് ഉദാഹരണത്തിന് നമുക്ക് ക്ലാരിറ്റി കൂട്ടാനായിട്ട് ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മൾ ഒരു കണ്ണട വെക്കുമ്പോൾ നമ്മളുടെ നോർമലായി ഇപ്പോൾ പവർ ഉണ്ടെങ്കിൽ പോലും നോർമലായി എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്റെ അത്രയും ക്ലാരിറ്റി നമ്മളുടെ കണ്ണട വെക്കുമ്പോൾ കിട്ടത്തില്ല. കുറെ ലൈറ്റ് ഇവിടെ തട്ടി റിഫ്ലക്ട് ചെയ്ത് പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പവർ കിട്ടും, പക്ഷെ ഈ ട്രാൻസ്പാരൻസി ചിലപ്പോൾ കുറച്ച് കുറയാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ് എന്ന് പറയും. അതായത് റിഫ്ലക്ഷൻ ഒഴിവാക്കിയിട്ട് ആ ലൈറ്റ്നിങ് കൂടെ മാക്സിമം കടത്തു വിടുക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓൾമോസ്റ്റ് നാക്കഡ് ഐയുടെ തന്നെ ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ആന്റി റിഫ്ലക്ഷൻ കോട്ടിംഗ്. ഇത് വളരെ മൈക്രോൺ ലെവലിലാണ് ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുക. ലെൻസിൻ്റെ മുകളിൽ വളരെ മൈക്രോൺ ലെവലിലായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് കയറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇതിലെന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോഫോബിക്, ഒലിയോഫോബിക്, സ്മഡ്ജ് റെസിസ്റ്റൻറ്റ്, ആൻറ്റി സ്റ്റാറ്റിക്, പിന്നെ ESPF അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ഈ ലെയർ വൈസ് കോട്ടിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ പറഞ്ഞ പോലെ ബോച്ചയുടെ RS ലെൻസ് എൻ്റെ കടയിൽ വെക്കണം, ഞാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെ ഈ സെയിം ടോൾ ഫ്രീ നമ്പറിൽ എൻഡ് കസ്റ്റമർ ആണെങ്കിലും ശരി, അതല്ലാതെ നമ്മളൊരു കസ്റ്റമർ ആണെങ്കിലും അല്ലെങ്കിൽ ഒപ്റ്റീഷ്യൻ ആണെങ്കിലും ശരി, ഇവർ ഈ ഒരു നമ്പറിൽ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ അവർക്ക് അവിടുത്തെ എക്സിക്യൂട്ടീവ് അവിടെ വന്ന് കാര്യങ്ങൾ എല്ലാം ഡീൽ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് തന്നോളും. പിന്നെ അവർക്ക് സ്മൂത്ത് ആയിട്ട് ലെൻസ് അവൈലബിലിറ്റി കിട്ടും. ഈ താഴത്ത് കാണിക്കുന്ന നമ്പർ ഇതിന്റെ ടോൾ ഫ്രീ നമ്പറാണ്. ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗൈഡൻസ് എല്ലാം തരികയും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് സ്ട്രേറ്റ് നിങ്ങളുടെ വന്ന് നിങ്ങളുടെ കടയിൽ ബോച്ചെ RS ലെൻസ് എത്തിക്കുകയും ചെയ്യും. Conquer the world with love. Love you everybody. You're on Boche.